നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞ കളിപ്പിയൊരു വീഡിയോ ആയിരുന്നു. എന്നു ചോദിച്ചാലോ, സാരിയും ചുരിദാർ സെറ്റും കുർത്തിയല്ല അങ്ങനത്തെ സാധനങ്ങളല്ലാത്ത കാണിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇന്ന് ബെഡ്ഷീറ്റ്സ് ആണ് കാണിക്കുന്നത്. അതിനകത്ത് ഫാമിലി ഉണ്ട്, ഡബിൾ ഉണ്ട്, കിങ് സൈസ് ഉണ്ട്, സിംഗിളില്ല. ഒത്തിരി പേര് ലൈറ്റ് ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ബെഡ്ഷീറ്റ് കാണിച്ചപ്പോഴത്തേനുമേ അന്ന് കാണിച്ച ബെഡ്ഷീറ്റ് ഒന്നും തികഞ്ഞില്ല. അപ്പോൾ ഇത് പുതിയ ഇത് വന്നതാണേ. അപ്പം ലൈറ്റ് ഷെയ്ഡ് ഇതിനകത്തുണ്ട്. പിന്നെന്താ പറയാൻ വന്നേ, എന്തോ ഒരു കാര്യം പറയാൻ വന്നാണല്ലോ. ഇപ്പോൾ ഫാമിലി കാണിക്കുന്നതിന് ഫാമിലി തന്നെ സെയിം ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയുന്ന കഴിഞ്ഞ ദിവസം ബെഡ്ഷീറ്റ് കാണിച്ചാണ്ട് വീണ്ടും കേൾക്കുന്നവർക്ക് ബോറടിക്കരുത് കേട്ടോ. ഇത് സാറ്റിൻ കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. എപ്പോഴും കാണുന്നവർ സ്കിപ്പ് ചെയ്ത് വിടണേ. സാറ്റിൻ കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. സാറ്റിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാറ്റിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് മൈൻഡിലേക്ക് വരണ്ട. ഇതിൻ്റെ സോഫ്റ്റ്നെസ് മാത്രമേ സാറ്റിൻ്റെ ഉള്ളൂ, ബാക്കിയൊന്നും സാറ്റിൻ്റെ ഇല്ല. നല്ല പ്യുവറായിട്ടുള്ള കോട്ടൻ്റെ തന്നെ മെറ്റീരിയലാണ്. നല്ല കംഫർട്ട് സ്ലീപ്പിംഗ് തരുന്ന ഒരു എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഞാൻ ഇതിന് ഗ്യാരണ്ടി പറയുന്നത്, കാരണം എൻ്റെ വീട്ടിൽ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ബെഡ്ഷീറ്റാണ്. അത്രയ്ക്ക് നല്ല സുഖമാണ്, വാഷ് ചെയ്യാൻ, കൊണ്ടു നടക്കാൻ എല്ലാം നല്ല സുഖമാണ്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് ഇത് വരുന്നത്, ഇത് തേരെന്ന് പറയും, ഇത് പോകുന്നതല്ല. ഈ ഭാഗം ഇങ്ങനെ വാഷ് ചെയ്താലും അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അതിനൊരു കുറ്റം എന്ന് പറയാനുള്ളത്, ഇതിങ്ങനെ സൈഡില്ലേ, ഇതിൻ്റെ വക്ക് എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അത് കണ്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കുക. അപ്പം നിങ്ങൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നൂല് ചെറുതായിട്ടൊന്ന് വന്നേക്കാം. അങ്ങനെ അത് വലിയ പ്രശ്നമില്ലാത്തവരുണ്ടെങ്കിലും വാഷ് അങ്ങനെ തന്നെ ഉപയോഗിക്കുക. അല്ലാത്തവർ സൈഡൊന്ന് അടിച്ചിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്, ഇത് ചിലത് വരുന്നത് ഹെഡിൻ്റെ എന്നാ പറയുന്നത്, കാലിൻ്റെ ഭാഗത്തുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളകത്ത് ഉള്ളിലേക്ക് പോകുമല്ലോ ബെഡിൻ്റെ. ചിലർ വെളിയിൽ കൂടെ വിരിച്ചിടും. ഞാനൊക്കെ വെളിയിൽ കൂടെ ബെഡിന് ചുറ്റും ഇങ്ങനെ വെളിയിൽ കൂടെ വിരിച്ചിടുക. ഹെഡിൻ്റെ ഭാഗം മാത്രമേ ഉള്ളിലേക്ക് കയറ്റി വെക്കുള്ളൂ, ബെഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ അത് അടിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്നാന്ന് നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്തോ, നമ്മൾ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഒരു കാര്യത്തിൽ ഞാൻ 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് എന്നാ പറയുക, സങ്കടപ്പെടേണ്ടി വരത്തില്ല. അയ്യോ ഈ ബെഡ്ഷീറ്റ് ഒരു സുഖമില്ല. നല്ല സുഖമാണ്, കാണാനും നല്ല സ്റ്റാൻഡേർഡാണ്, ഉപയോഗിക്കാനും നല്ലതാണ്, നല്ല സുഖമാണ്. പിന്നെ ഇതിന് പില്ലോ ഇല്ല, ഇതിൻ്റെ തന്നെ പില്ലോ ഇല്ല. ഞാൻ ഈ പില്ലോയുടെ ഒരു വീഡിയോ കാണിക്കാം കേട്ടോ, അന്നേരം ഓർത്താൽ മതി. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഷോപ്പിൽ ഇഷ്ടംപോലെ ചുരിദാർ മെറ്റീരിയൽ വന്നതുണ്ട്. ഇതൊക്കെ യങ്സ്റ്റൈലിൻ്റെ ബ്രാൻഡഡ് കുർത്തിയാണ്. ഇഷ്ടംപോലെ ബ്രാൻഡഡ് കുർത്തി, ഇസബല്ലയുടെ പ്രീമിയം കളക്ഷൻസ്. ചുരിദാർ സെറ്റാണെങ്കിൽ ഫങ്ഷൻ വെയർ അല്ലാത്തതെല്ലാം ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. നേരിട്ട് വരാൻ പറ്റുന്നൊരു വായു ആദ്യത്തേത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. ഇതിൻ്റെ കണ്ടോ, ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ വരും. അടിഭാഗമല്ല, സൈഡിൽ കൂടെ നമ്മുടെ ബെഡിൻ്റെ കവർ ചെയ്ത് താഴേക്ക് പോകുന്നിടവില്ലേ, അവിടെ ഇങ്ങനെ വരും. ബാക്കി ഭാഗം ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ചോദിച്ചവർക്ക് ഇതിൻ്റെ തന്നെ ഡബിളും ഉണ്ട്. നല്ല ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഫാമിലിയാണേ, ഫാമിലി കോട്ടാണ്. ഞാനിത് ഒരെണ്ണത്തിൻ്റെ ഫുള്ളൊന്ന് കാണിച്ചു തരാം എന്തേലും ഉണ്ടെന്ന്. ഇത് കണ്ടോ, ഇത് രണ്ടായിട്ട് മടക്കിയിരിക്കുക. ഇത്രയും വരും വിഡ്ത്ത്, ലെങ്ത്ത് ഇത്രയും വരും. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണെന്നും കൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഊർന്നു പോവോ, പിള്ളേരൊക്കെ ഒന്ന് ഓടി ചാടി വന്ന് കിടന്നു കഴിഞ്ഞാൽ അത് ചുളുങ്ങി കിടക്കുമൊന്നുമില്ല, കിടക്കുന്നിടത്ത് തന്നെ കിടക്കും. കണ്ടോ, അതാണ് ആദ്യത്തെ. അതിൻ്റെ ഒരു സൈഡ് രണ്ട് സൈഡും ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഡിസൈൻ അതാണ് ആദ്യത്തേത്. അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇത് ഞാൻ ഓരോന്ന് ഓർത്ത് കാണിക്കണ്ടല്ലോ. ഇങ്ങനൊരു ഡിസൈൻ. ഇത് ഇച്ചിരി ഡാർക്കാണ്, എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്കെന്നല്ല പറയുന്നത്, ലൈറ്റ് ഷെയ്ഡെന്ന് പറയാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. ഇത് ലൈറ്റ് ഷെയ്ഡാണ്. ഇത് സൈഡ് അങ്ങനെയാണോ എന്ന് നോക്കിക്കോട്ടെ. അല്ല, ഇത് ഫുള്ള് ഇങ്ങനെയാണ് കണ്ടോ, ലൈറ്റ് ഷെയ്ഡാണ്. ബ്ലൂവും വൈറ്റും ഒക്കെ കൂടി നല്ല സുഖമാണ് കേട്ടോ. ഇത് കിടക്കാൻ നല്ല സുഖമാണ്. നമുക്ക് ഉറങ്ങിപ്പോകുന്നത് അറിയത്തില്ലേ ഇല്ല. നിദ്രയിലേക്ക് കാൽ വഴുതി വീഴും പെട്ടെന്ന്. മോന്ത ഇടിക്കുകയല്ലേന്നോ, ബോധം കെട്ട്. ഞാൻ ബോധം കെട്ടെന്ന് പറഞ്ഞു ഇപ്പോൾ എപ്പോഴും ഇത് കുറച്ച് കളിയാക്കാം. ബോധം കെട്ട് എനിക്ക് എനിക്കൊന്നും ബോധം കിട്ടത്തില്ലേ. നല്ല രസമാണ്, നല്ല സുഖമാണ്. ഇതുകൊണ്ട് അടുത്തത് ദൈവമേ, ചുമ്മാ പറഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ വെടുവാ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും നല്ല രസമാണ്, നല്ല സുഖമാണ്. എനിക്ക് ബോധം കെടണ്ടായി.
ഈ പ്രഷറൊക്കെ താന്നു പോകുന്നൊക്കെയാണ് ഇരിക്കുന്ന ഇരിപ്പില്ല. എനിക്ക് പ്രഷറും ഷുഗറും ഒക്കെ എനിക്കൊന്നും ഹൈ ഇല്ല, എല്ലാം കുറവാണ്, താന്നു പോവുക ചെയ്യുന്നത്. മനുഷ്യനല്ലേ, എഞ്ചിനല്ലേ പുള്ളേ എന്ന് പറയാൻ പോലെ ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നെന്നിരിക്കും. ഇത് അവിടെ അല തുടങ്ങി. കസ്റ്റമേഴ്സിനെ കണ്ടു കഴിയുമ്പം സന്തോഷം എന്നെ പറയുന്നത് വർത്താനം പറഞ്ഞേ ഞാനിവിടെ വീഡിയോ എടുക്കുകയെന്ന് അറിയാമായിട്ടാണോ അറിയത്തില്ല, ഭയങ്കര ഒച്ചത്തിലാണ് കിടന്ന് സംസാരിക്കുന്നത്. കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല കേട്ടോ, നല്ലല്ലേ. ഇന്ന് 2 വീഡിയോ എടുക്കുന്നു ഒരു ദിവസം, നാളെ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട്. പെൺപിള്ളേർക്ക് കൊണ്ട് നല്ല പണിയായി, മുഴുവൻ മടക്കണം. നല്ലതല്ലേ, നല്ലൊരിതാണ്. ഡാർക്കും ലൈറ്റും കൂടെ, ആഷും വൈറ്റും കൂടെ. ഡാർക്കാണോ എന്ന് ചോദിച്ചാൽ ഡാർക്ക് ഭയങ്കര ലൈറ്റായി പോയി എന്നൊരിത് വേണ്ട, പെട്ടെന്ന് അഴുക്കൊക്കെ പറ്റിയാലും കാണും. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർ നല്ല ലൈറ്റ് എടുത്തേച്ചാൽ മതി. കാരണം നമ്മുടെ കൂട്ടത്തിൽ കിടത്തി അവർക്കൊന്നെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് തന്നെ എടുക്കണം. അങ്ങനെ എന്തെങ്കിലും ബെഡേലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണില്ലല്ലോ, കുഞ്ഞു വല്ല ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലുമേ. പിള്ളേരുള്ളവർ പിള്ളേരെ കിടത്തുന്നത്തെ ലൈറ്റത്തെ കിടത്താവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇച്ചിരി വികൃതി കുട്ടികളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാ കഷ്ടപ്പാടും ചെയ്യുന്നത്. ഒന്ന് വാഷ് ചെയ്യുന്ന പാടല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലായിടത്തും വാഷിംഗ് മെഷീനിലൊക്കെ അല്ലേ ചെയ്യുന്നത്. അല്ലാതാണെങ്കിലും ഇതൊന്നും എടുത്ത് കഴുകാനൊരു പാടൊന്നും ഇല്ലാന്ന് കിട്ടും. ഇത് നല്ലൊരു ബെഡ്ഷീറ്റ് കേട്ടോ, എനിക്കിത് വേണം. നല്ലല്ലേ, അത് ഇതല്ലേ ഫാമിലി അല്ലേ. എനിക്കത് വേണം. ഇത് ഡാർക്ക് കേട്ടോ. വയ്യായികയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ കൂടുതൽ സമയം ബെഡിലൊക്കെ ചിലവഴിക്കുന്ന വയ്യായികയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുക്കുന്നതല്ല. അവരുടെയൊക്കെ മനസ്സിന് ഇച്ചിരി ഊർജ്ജം കിട്ടണം. മനസ്സിനൊക്കെ ഊർജ്ജം കിട്ടണമെങ്കിൽ ഈ ഡാർക്കിനെ കഴിഞ്ഞ് എപ്പോഴും ലൈറ്റ് ഷെയ്ഡാണെന്നല്ല. മനസ്സിന് ഊർജ്ജം കിട്ടിയാലേ നമ്മൾ എന്താ വയ്യായിക ഉണ്ടെങ്കിലും കുറച്ച് മനുഷ്യന് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ എല്ലാം ഇപ്പം കാണിച്ചതിൻ്റെ തന്നെ ഇത് കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഡബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്നേ ഉള്ളൂ. പക്ഷേ ഡബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ? ഡബിൾ വേണ്ടവർ ഡബിളിൻ്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. ഫാമിലി വേണ്ടവർ ഫാമിലിയുടെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. മാറ്റല്ലോ, ഇതെന്തുവാ ഇത്? ശരി സാർ, ഇൻസ്ട്രക്ഷൻസിൻ്റെ പേമാരിയാണ് ഇവിടെ. ഇപ്പം ഞാനാണോ സ്റ്റാഫ്, നിങ്ങളാണോ സ്റ്റാഫ്? ഞാൻ ബോസ്, നിങ്ങൾ ആസ്. മാസെന്ന് പറയാൻ കഴുതാന്നോ? ചുമ്മാ പറയുന്നത് കേട്ടോ. ഞാൻ ആസ്, നിങ്ങൾ ബോസ്. എന്നാ പറയാനാ, തെറ്റ് കാണിച്ചാൽ ആരാണേലും പറഞ്ഞു തരും അല്ലേ, അതിനകത്ത് കുറ്റമൊന്നുമില്ല അല്ലേ. ഇതെല്ലാം DC ആണേ. DC എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ട്, FC എന്ന് പറഞ്ഞാൽ സിംഗിൾ കോട്ട്. എനിക്ക് നിർത്തിയിട്ട് പോകാൻ ധൃതിയായി, അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂടുന്നു. ഇതിൻ്റെ ഡിസൈൻ മറ്റേതിന് കാണിച്ചത് കൊണ്ടാണ് ഇത് നിവർത്തി കാണിക്കാത്തത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഞാൻ ഒരെണ്ണം നിവർത്തി കാണിക്കാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരുത്തർക്കെങ്കിലും വിചാരം കാണും ഡബിൾ കോട്ട് എന്ന് പറഞ്ഞാൽ എന്തേലും ഉണ്ട്, നീളം വീതും കാണും, വണ്ണം പൊക്കം ഒക്കെ ഉണ്ടെന്ന് അറിയാനൊരിത് കാണുമല്ലോ. അപ്പം ഞാൻ ഒരെണ്ണം നിവർത്തി കാണിക്കാം. ഇതാണ് ലാസ്റ്റ്. അപ്പം അത് നിവർത്തി കാണിക്കാം. ഡബിൾ കോട്ടാണ്. ഡബിൾ കോട്ടാണേലും ഫാമിലി കോട്ടിനോളം തന്നെ ഇത് ലെങ്ത്. ഇതാണ് ലെങ്ത്ത്. എങ്ങനെയാണേലും ഒരുപോലെ. ഇത് കണ്ടോ, ഇത്രയും നീളം, ഇത്രയും വീതി നീളവും ഏകദേശം ഒരുപോലെ. ഇതാണ് വീതി കണ്ടോ, ഇത് നീളം, ഇതിൻ്റെ ഇരട്ടി വരും, ഇങ്ങനെ വരും. അത്രയേ ഉള്ളൂ. ഇതില്ലേ ഡെസ്പാച്ച് ഇച്ചിരി ലേറ്റ് ആവും. അതായത് പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ച് നടക്കത്തില്ല. നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് 3 ദിവസത്തിന് ശേഷമേ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. 3 ദിവസത്തിന് ശേഷം ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഡെലിവറി അല്ല, ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളേ. കഴിയുന്ന വേഗം എത്തിക്കാൻ നോക്കാം. ഇത്രയും ബെഡ്ഷീറ്റൊക്കെ ആകുമ്പോഴും ഒത്തിരി ഓർഡർ വരുമ്പോൾ നമുക്കത് എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.